സർ, തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഈ ഒരു സംഭവത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണമെന്ന്. മറുപടി ഓ എന്നുള്ളൊരു നീട്ടി വിളിയായിരുന്നു. എന്നിട്ട് കാറിൽ കയറിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടാളികളുണ്ടായിരുന്നു, ചിരിക്കുകയാണ് ചെയ്തത് പുറകെ നിന്ന്. ഇതിനൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു സ്വഭാവമാണോ ഇത്തരത്തിലുള്ളത്? ഒരു കുട്ടിയുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഒരു ഭാഗത്ത്. അപ്പം അതിൻ്റെ ഒരു പ്രതികരണം തേടിയപ്പോൾ സ്വാഭാവികമായിട്ട് പറയേണ്ടുന്ന എന്തെല്ലാം വാക്കുകൾ ഉണ്ടായിരുന്നു. ഇതാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യുക? അല്ല, മുഖ്യമന്ത്രിയുടെ സ്വഭാവം ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ കുറച്ച് കടുത്തു പോകുന്നില്ല? കടുത്തുന്നില്ല. 9 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴാണോ? എന്തെല്ലാം കേട്ടിരിക്കുന്നു. ഇപ്പം ഉള്ളത് ഇതേ ഉണ്ടാകുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. ഇപ്പം മാധ്യമ പ്രവർത്തകർ ചെയ്യുമ്പോൾ കടക്ക് പുറത്ത് കേട്ടിട്ടുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ ദാരുണാന്ത്യമാണ്. അതിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തകർ തേടിയത്. അതിന് ഓ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ നീട്ടിവിളി അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലാണ് ഇത്തരത്തിൽ ഉണ്ടായതെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ? ആന്ന് വലിച്ചു കീറി കരയത്തില്ലായിരുന്നു. ഇപ്പുറത്തെ ഒരു കുഞ്ഞാണ് മരിച്ചത്. ഞാൻ ഇന്ന് കണ്ടു സർ, രാവിലെ അതിൻ്റെ അമ്മ വിദേശത്ത് നിന്ന് വന്നിറങ്ങുന്നതും അവർ തളർന്ന ഇളയ കുഞ്ഞിൻ്റെയും അനുജത്തിയുടെയൊക്കെ മുകളിലേക്ക് വീഴുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. മനസാക്ഷിയുള്ള ആരാണെങ്കിലും ഇങ്ങനെയാണോ അദ്ദേഹത്തിന് എന്തെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയാലോ, ഞാൻ പിന്നീട് അത് പ്രതികരിച്ചോളാം, ഇപ്പം ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, അതിയായ വേദനയുണ്ട് എന്ന് ഒരു വാക്ക് അദ്ദേഹത്തിന് പറയാമല്ലോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ 6 or 7 മാസം കൂടെ ആയി, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടി, ഇനി എന്തെങ്കിലും. പക്ഷേ പാർട്ടി നിൽക്കുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമേ അവിടെ തീരുന്നുള്ളൂ. പക്ഷെ പാർട്ടി, നീ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ഇതോടെ തീരുന്നില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ പാർട്ടിക്കകത്തും ഇതിനകത്ത് യാതൊന്നുമില്ലേ അഭിപ്രായങ്ങൾ പറയാൻ? മന്ത്രി ചിഞ്ചു റാണി എന്താണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്? ഈ മന്ത്രിസഭയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? ഈ കൂടെ നിന്നത് കൂട്ടാളികളല്ല, അവര് മല്ലന്മാരാണ്. കംസൻ്റെയൊക്കെ മല്ലന്മാരുണ്ട് എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ മല്ലന്മാരാണ് അവിടെ നിന്നത്. ഇത് കേട്ട് മാധ്യമപ്രവർത്തകരെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചിരിച്ചത്. ഇതിനകത്ത് പിണറായി ഇങ്ങനെയാണ്, അതിനി മാറ്റാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് മാധ്യമപ്രവർത്തകർക്കറിയാം. ഈ ഒരു ചങ്കൂറ്റത്തോടു കൂടി മാധ്യമപ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് ചോദിക്കണം, മിസ്റ്റർ CM, ഈ മൈക്ക് അങ്ങോട്ട് നീട്ടിക്കൊടുക്കുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂരിലെ ഈ പ്രാദേശിക ലേഖകന്മാർ അവിടെ മറ്റേ EP ജയരാജൻ്റെ മുൻപിൽ മൈക്കും കൊണ്ടിട്ട് ജയേട്ട. ഒരു മാധ്യമപ്രവർത്തകനും ഒരു ഏട്ടനും ചേച്ചിന്ന് വിളിക്കണ്ട. മമ്മൂക്കായി ഇക്കക്കായൊന്നുമില്ല, മിസ്റ്റർ മമ്മൂട്ടി. യേശുദാസിനെയാണെങ്കിൽ പോലും മിസ്റ്റർ യേശുദാസ് ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിലും എനിക്കും ചോദിക്കാം. നരേന്ദ്രമോദിയോടാണെങ്കിലും ശ്രീ നരേന്ദ്രമോദി അല്ലെ മിസ്റ്റർ നരേന്ദ്രമോദി എന്നാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ദാസേട്ട, ലളിതേച്ചി, ഇങ്ങനത്തെ ഒരു ഇതും മാധ്യമപ്രവർത്തകർക്കില്ല. മാധ്യമപ്രവർത്തകർക്ക് ഒരു ജഡ്ജിയുടെ പവർ ഉണ്ട്, അത് ഓർക്കണം. ഈ പ്രാദേശിക ലേഖകന്മാരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അവിടെ പോയി ഈ സഖാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ കോഴിക്കാലും വെള്ളവും വാങ്ങിച്ച് കുടിച്ചിട്ട് അവന്മാരെ ഓച്ചാനിച്ച് നിന്നിട്ട് അവർക്കനുസൃതമായ വാർത്ത കൊടുക്കുന്നത്. ഇത് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരാണ്. തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ ക്വാളിറ്റി വളരെ വലുതാണ്. പണ്ടൊക്കെ എനിക്കറിയാം, പത്രലേഖകരുടെ പോലും മുമ്പിൽ CM അവിടെ നിൽക്കും. അറിയാമോ, ഈ CMന് എന്താ കൊമ്പുണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, മിസ്റ്റർ CM എന്ന് പറഞ്ഞു കഴിഞ്ഞ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സോണിയാഗാന്ധി ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്ന അവസരത്തിൽ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരാൾ, ഇദ്ദേഹമാണ് മിസ്റ്റർ മോഹൻ എന്ന് തോന്നുന്നു പേര്, മിസ്സസ് സോണിയാഗാന്ധി എന്ന ഒരൊറ്റ പറച്ചിൽ അവരവിടെ നിന്നു, മൈക്കും കൊടുത്തു. അവിടെ നിന്നു. നമുക്കൊരു കമാൻഡിങ് പവർ ഉണ്ടാകണം. ഓച്ചാനിച്ച് നിൽക്കരുത്. മുഖ്യമന്ത്രി കാക്കീക്കൂ എന്നൊക്കെ പറയും. അടുത്ത ചോദ്യം ചെയ്യണം.
ആ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ നിൽക്കും. ആ വരച്ച വരെ നിർത്താനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരിക്കലും അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചിലയിടങ്ങളിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുന്നത്. അവിടെ ഏട്ടനും ചേച്ചി വിളി അവസാനിപ്പിക്കണം. കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചോദിക്കണം. പ്രാദേശിക ലേഖകന്മാർ ഒരിക്കലും, എനിക്കറിയാം, ഒരിക്കലും അവർ സ്റ്റേണായിട്ട് നിന്ന് ചോദിക്കത്തില്ല. അവർക്ക് ഫേവറബിളായിട്ടുള്ള ചോദ്യങ്ങൾ കൊടുത്ത് അവരെ ഒരു സോഫ്റ്റ് കോർണറിൽ കൊണ്ട് നിർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സുഖിപ്പിക്കൽ രീതിയാണ്. ഇവിടെ CM-ൻ്റെ അടുക്കൽ അതൊന്നും വേണ്ട. കാരണം നമ്മൾ ഇവിടെ ഒരു കുട്ടി ഈ സർക്കാരിൻ്റെ അനാസ്ഥ കാരണം സംഭവിച്ചതാണ്. ഇത് ഒറ്റ വിശദീകരണം മതി. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നൊരൊറ്റ സെന്റൻസ് മതി. ഈ പിണറായി വിജയന്റെ മൈലേജ് മാറുമെന്നുള്ളതാണ്. അറിയാമോ? അതാണ് വേണ്ടത്. അതിനാണ് നമ്മൾ പഴയ മുഖ്യമന്ത്രിമാരെയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഞാനെപ്പോഴും ഇപ്പൊ കരുണാകരനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ EK നായനാരാണെങ്കിൽ പോലും, അത് അങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഈ മുഖ്യമന്ത്രിക്ക് ഒരു, ഞാൻ കുറച്ചു മുമ്പ് EK നായനാരുടെ മറ്റേ പ്രോഗ്രാം ഉണ്ടല്ലോ, ഫോണിംഗ് പ്രോഗ്രാം, ഞാൻ കണ്ടതാണ്. എന്ത് രസാവഹമായിട്ടാണ് ഓരോരുത്തരോട് ഇടപെടുകയും തമാശ. ആ പ്രോഗ്രാം സത്യം പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് പോലും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കരുണാകരൻ, ഞാൻ ഇന്നലെ ഒരു ഇത് ചോദിച്ചു, അങ്ങേക്ക് 86 വയസ്സാവുമ്പോൾ, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, 86 വയസ്സാകുമ്പോൾ ഒന്ന് പിന്നോട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ എന്തായിരിക്കും അങ്ങയുടെ ഉള്ളിലേക്ക് വരുന്നത്? ഉടനെ കരുണാകരൻ തിരിഞ്ഞു അല്ല, എഴുന്നേറ്റതാണ്, തിരിഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാരും ചിരിച്ച്. ഇതൊരു രസമാണ്. അന്നത്തെ എന്തോ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ എന്തോ വേറെ വല്ല കൊമ്പുണ്ടോ? ഇല്ല, മനുഷ്യരല്ലേ എല്ലാവരും. മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനം നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെ കണ്ട, ഇപ്പോഴത്തെ പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹത്തിന് ചിരി അധികം വരത്തില്ല. ചിരിക്കണ്ട, പക്ഷെ മനുഷ്യനോട് ഇടപെടുന്ന രീതി, അദ്ദേഹം എന്തോ വലിയ ഈ ഭൂമിയിലെ അധിപനാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നടപ്പും എടുപ്പുമൊക്കെ. അത് ഈ ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാ മന്ത്രിമാർക്കും, ഇപ്പം ബിന്ദുവിനാണെങ്കിലും റിയാസിനാണെങ്കിലും ആര്യ രാജേന്ദ്രൻ, കൊച്ചു രാജകുമാരിക്കാണെങ്കിലും ഇത്തരത്തിലുള്ള എന്തോ വലിയ കൊമ്പത്ത് ഇറങ്ങി വന്ന റാണിമാര്, ഇവരൊക്കെ സാധാ ഇത് നമ്മളെപ്പോലുള്ള സാധാ ആൾക്കാരെ കൊണ്ട് ജയിപ്പിച്ച് വിട്ടയാണ് ഞങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു. ഇതവർ മറന്നു പോവുകയാണ്. മുമ്പ് ഈ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മന്ത്രിസഭാ യോഗമുണ്ട്. ബുധനാഴ്ച ദിവസമാണ്, ഇപ്പോഴും ഉണ്ട്. ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ തന്നെ പ്രസ് മീറ്റുണ്ട്, വാർത്താ സമ്മേളനം നടക്കും. മുഖ്യമന്ത്രി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പത്രപ്രവർത്തകരെല്ലാം ഇരിക്കും. അന്നപ്പം ഇത്രയും ചാനലുകളൊന്നുമില്ലല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മടിയിലാണ് കേരളകൗമുദിയുടെ ലേഖനമൊക്കെ കയറിയിരിക്കുന്നത്. തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഇരിക്കുകയാണെന്ന്. എന്നിട്ട് കാര്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നു. EK നായനാരും ഇങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ ഇതെല്ലാം കൂടെ തട്ടിയെറിഞ്ഞിട്ട് പോവുകയല്ല ചെയ്യുന്നത്. അല്ല, ഇത് ക്ലിപ്പേഴ്സിന്റെ അങ്ങോട്ടോ ഇദ്ദേഹം വരുന്ന വഴിയിലോട്ടോ ഒന്നും ആരെയും നിർത്തത്തില്ലല്ലോ. ഇവരെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അതൊക്കെ കുറേ ലക്ഷങ്ങളെടുത്ത് ആ വീട്ടുകാർക്ക് കൊടുത്ത്, പിന്നെ ആർക്കെങ്കിലും ആശ്രിതർക്ക് എന്തെങ്കിലും ഒരു ജോലിയും കൊടുത്ത് ഇവരതങ്ങ് ഒതുക്കുകയാണ്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് സർക്കാരിൻ്റെ അനാസ്ഥയിൽ സംഭവിച്ച ദുരന്തത്തിന് കൊടുക്കുന്നത്. ഇതൊരു എയ്ഡഡ് സ്കൂളിൽ നടന്ന സംഭവമാണ്. ഒരു മാനേജ്മെൻറ്റിൻ്റെയാണ്. ഈ മാനേജര് പിന്നെ അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്. ആ ലക്ഷങ്ങൾ വാങ്ങി മുഴുവൻ അയാളുടെ കീശയ്ക്കകത്താക്കിയിട്ട് ആ സ്കൂളിന് വേണ്ട സർവീസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ തന്നെ അതും സർക്കാർ കൊടുക്കുന്നുണ്ട്. ശമ്പളം കൊടുക്കുന്നത് ആരാ? സർക്കാർ. എന്നിട്ട് ഈ ഒരു കാര്യത്തിനകത്ത് ഈ PTA എന്ന് പറയുന്നവരെ കിഴങ്ങന്മാരാണ്. എന്തിനാണ്? എല്ലാ സ്കൂളുകളിലും ഉണ്ട്. എവിടെ പോയി ഇവര്? അവരുടെയും കുഴപ്പമാണ് ഇതിനകത്ത്. പേരൻസ് ടീച്ചർ അസോസിയേഷൻ, PTA പ്രസിഡന്റ് ഉണ്ട്. ഇവരെ എല്ലാം ഇതിനകത്ത് പ്രതികളാക്കുകയാണ് വേണ്ടത്. എല്ലാ മാസവും കൂടിയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം. സ്കൂളിന് വേണ്ടതായ വികസന കാര്യങ്ങൾ, അവിടെ ഇത്തരത്തിലുള്ള അപാകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക. ഇത് ഒന്നും ചെയ്യാതിരിക്കുന്ന കുറേ PTA സംഘടനകളും ഒക്കെ ഉണ്ട്. ഇത് നോക്കിക്കോ, ഇനി ഇത് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രവും സർക്കാർ സ്കൂളിൽ മാത്രവും ഒതുങ്ങുന്നില്ല. ഇനി അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ദുരന്തം സംഭവിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകേണ്ടത്. അല്ലാതെ ഇതിപ്പം മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു അക്ഷരം ഇങ്ങോട്ട് നീട്ടി ആ ഊ കൂ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.